Hello friends, welcome to my channel. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു ഇലയടയുടെ റെസിപ്പി ആയിട്ടാണ്. ഗോതമ്പ് പൊടി വെച്ചുണ്ടാക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിക്കി ഡോ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. ഇതിലേക്ക് ഇപ്പോൾ 1/2 കപ്പും 3 ടേബിൾ സ്പൂണും വെള്ളം ആവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങളത് ഒരുമിച്ചെടുത്ത് ഒഴിക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കുക. കാരണം ഓരോ പൊടിക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു പാകത്തിൽ വേണം നമ്മുടെ മാവ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളവും 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചപ്പോൾ നമ്മുടെ മാവ് റെഡിയായി കിട്ടിയതാണിത്. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ശർക്കര ചതച്ചെടുത്തതാണ്. ശർക്കരയുടെ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയെടുത്താൽ മതിയാവും ട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കൈ ഉപയോഗിച്ച് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇലയൊക്കെ നന്നായി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് മാവ് എടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം ഇടയ്ക്ക് തൊട്ട് കൊടുക്കുക. അപ്പോൾ മാവ് കയ്യിൽ പറ്റി പിടിക്കാതെ ഇതുപോലെ നല്ല ഭംഗിയിൽ പരത്തിയെടുക്കാൻ പറ്റും. കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ കേട്ടോ. ഇനി ഇതുപോലെ ബാക്കിയുള്ള ഇലകളും ചെയ്തെടുക്കാം. അട ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെക്കുക. കൈ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ടിട്ട് വേണം ഇങ്ങനെ പരത്തിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ടാണ്. കയ്യിൽ മാവ് എപ്പോൾ പറ്റി പിടിക്കുന്നോ അപ്പോൾ നമ്മളൊന്ന് വെള്ളത്തിൽ മുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും ഇങ്ങനെ പരത്തുക. നമുക്ക് പറ്റുന്ന പോലെ കനം കുറച്ചിട്ട് പരത്തിയെടുക്കുക. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തേങ്ങ ശർക്കരക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഏലക്കയുടെ പൊടി ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ചെറിയുള്ളി ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും ഒക്കെ പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് മുകളിൽ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇലയുടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പറ്റും, അതുപോലെ ഈവനിങ് സ്നാക്ക് ആയിട്ടും പറ്റും. അപ്പം നമ്മുടെ അടയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അട ചുട്ടെടുക്കാം. നമ്മുടെ ഈ അട ചുട്ടെടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റാണ്. ആ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ചുട്ടെടുക്കാം. ഇനി ആവിയിൽ വേവിച്ചെടുക്കുന്നത് അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പം അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചിട്ടിട്ട് 2 സൈഡും വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആവിയിൽ വേവിച്ച് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. അവർക്ക് കഴിക്കാനൊക്കെ എളുപ്പം അതായിരിക്കും. ഇപ്പം നമ്മുടെ അട റെഡി ആയിട്ട് വരുന്നുണ്ട്. ഇത് കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പൊന്തി വരും. ഇനി ഒരു പ്ലേറ്റിലേക്ക് എടുത്തു മാറ്റാം. ഇനി കുറച്ച് അട ആവിയിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ അട ഒരുമിച്ച് വേവിച്ചെടുക്കാൻ പറ്റും. ഈ സ്റ്റാൻഡിൽ ഇപ്പോൾ നമുക്ക് 6 അട വെക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ തട്ടയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. 15 മിനിറ്റിന് ശേഷം ഇത് പുറത്തേക്ക് ഇറക്കി വെക്കാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതൊന്ന് തുറന്നു നോക്കാം. ഇതുപോലെ ഇലയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടുള്ള ഇലയട റെഡി ആയിട്ടുണ്ട്.
അരിപ്പൊടി വെച്ചും അതുപോലെ രാഗിപ്പൊടി വെച്ചിട്ടൊക്കെ നമ്മൾ അട ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.